ഹൃദയമിടിപ്പ്, ശ്വാസം മുട്ടൽ, നിയന്ത്രണം നഷ്ടപ്പെടുന്ന തോന്നൽ തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങളോടൊപ്പം പെട്ടെന്നുള്ളതും തീവ്രവുമായ ഭയത്തിൽ നിന്നും വരുന്നതാണ് പാനിക് ഡിസോർഡറിന്റെ സവിശേഷത. തെറാപ്പിയും വൈദ്യചികിത്സയും പ്രധാനമാണെങ്കിലും സമാധാനം, ആശ്വാസം, പ്രത്യാശ എന്നിവ നൽകുന്ന ആത്മീയ ഉപകരണങ്ങൾ ബൈബിൾ നൽകുന്നു. ഏറ്റവും ആശ്വാസകരമായ വാഗ്ദാനങ്ങളിലൊന്ന് ഫിലിപ്പിയർ 4:6 നിന്നാണ്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ അപേക്ഷകൾ നന്ദിയോടെ ദൈവത്തെ അറിയിക്കുക. ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും. ഭയത്തിന്റെ നിമിഷങ്ങളിൽ പരിഭ്രാന്തി കൈമാറ്റം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിലേക്ക് തിരിയാൻ കഴിയുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 56:3 ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പ്രഖ്യാപനം നൽകുന്നു: ഞാൻ ഭയപ്പെടുമ്പോൾ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഭയത്തിന്റെ നടുവിൽ ദൈവത്തെ വിശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിനെ നമ്മുടെ പോരാട്ടത്തിനു പകരം അവന്റെ ശക്തിയിൽ വീണ്ടും കേന്ദ്രീകരിക്കുന്നു. യോഹന്നാൻ 14:27 യേശു നമ്മെ ആശ്വസിപ്പിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ കലങ്ങിപ്പോകരുതു, ഭയപ്പെടുകയും വേണ്ട. ക്രിസ്തുവിന്റെ സമാധാനം ക്ഷണികമായ ശാന്തതയേക്കാൾ ആഴമേറിയതാണ്. അത് അവന്റെ സാന്നിധ്യത്തിൽ വേരൂന്നിയതാണ്. തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നതും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ശ്വസിക്കുന്നതും ഭയത്തിനു മീതെ സത്യം സംസാരിക്കുന്നതും ഹൃദയത്തെയും മനസ്സിനെയും ശാന്തമാക്കും. പരിഭ്രാന്തി അതിരുകടന്നതായി തോന്നാം, പക്ഷേ ദൈവം ശക്തനാണ്. പ്രാർത്ഥന, തിരുവെഴുത്ത്, അവന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം എന്നിവയിലൂടെ നമുക്ക് ശാശ്വതമായ സ്വാതന്ത്ര്യവും സമാധാനവും കണ്ടെത്താൻ കഴിയും.